എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ജഗന്നാഥനിലൂടെ മൃഗൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സ്കന്ദപുരാണത്തിലെ മൃഗഭഗവാന്റെ ദിവ്യകഥയെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ പുരാതന ആത്മീയ പാരമ്പര്യങ്ങളിൽ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സ്കന്ദപുരാണം. ഈ മഹാഗ്രന്ഥം പ്രധാനമായും മൃഗഭഗവാൻ എന്ന ദിവ്യശക്തിയുടെ മഹത്വവും ജീവിതകഥയും വിവരിക്കുന്നു. മൃഗഭഗവാൻ വെറും യുദ്ധദേവൻ മാത്രമല്ല, ജ്ഞാനത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, ആത്മീയ ഉണർവിൻ്റെ പ്രതീകമായ ഒരു ദൈവിക ശക്തിയാണ്. പുരാതന കാലത്ത് ലോകം വലിയൊരു ഭീഷണിയിലായിരുന്നു. അതിന് കാരണം താരകാസുരൻ എന്ന ശക്തനായ അസുരനായിരുന്നു. കടുത്ത തപസ്സിലൂടെ താരകാസുരൻ ശിവഭഗവാനിൽ നിന്ന് അപൂർവ വരം നേടി. ശിവഭഗവാന്റെ മകനല്ലാതെ ആരും തന്നെ കൊല്ലാൻ കഴിയില്ല എന്നായിരുന്നു ആ വരം. ഈ വരത്തിൻ്റെ ശക്തിയിൽ താരകാസുരൻ അഹങ്കാരിയായി തീർന്നു. ദേവന്മാരെയും മനുഷ്യരെയും അവൻ ഉപദ്രവിച്ചു. ലോകം ഭയത്തിലും അനിശ്ചിതത്വത്തിലും മുങ്ങി. ദേവന്മാർ രക്ഷ തേടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവരുടെ പ്രതീക്ഷയായി മുന്നോട്ട് വന്നത് പാർവതി മാതാവായിരുന്നു. പാർവതി ദേവി ശിവഭഗവാനെ വിവാഹം ചെയ്യാൻ ദീർഘകാലം കഠിനമായ തപസ് ചെയ്തു. പാർവതി മാതാവിൻ്റെ അനന്യമായ ഭക്തിയും നിർഭാഗ്യത്തെ മറികടക്കുന്ന സഹനവും ഒടുവിൽ ഫലം കണ്ടു. ശിവഭഗവാനും പാർവതി മാതാവും ഏകീകൃതരായപ്പോൾ ബ്രഹ്മാണ്ഡത്തിൽ ഒരു ദിവ്യപ്രകാശം ഉദിച്ചു. ആ ദിവ്യപ്രകാശത്തിൽ നിന്ന് 6 തീക്കണങ്ങൾ പുറപ്പെട്ടു. അവ അത്ര ശക്തമായിരുന്നു, ഭൂമിക്ക് അവയെ സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അഗ്നിദേവൻ ആ തീക്കണങ്ങളെ ഏറ്റെടുത്തു പുണ്യനദിയായ ഗംഗയിൽ എത്തിച്ചു. പിന്നീട് അവ ശരവണപ്പൊയ്കയിൽ എന്ന ദിവ്യ തടാകത്തിലെത്തി. അവിടെ ആ തീക്കണങ്ങൾ 6 ദിവ്യശിശുക്കളായി രൂപപ്പെട്ടു. അവരെ സംരക്ഷിച്ചത് 6 കൃത്തിക മാതാക്കളായിരുന്നു. പിന്നീട് പാർവതി ദേവി അവരെ ചേർത്ത് പിടിച്ചപ്പോൾ ആ 6 കുഞ്ഞുങ്ങൾ ഒരൊറ്റ ദിവ്യ രൂപമായി മാറി. ആ രൂപത്തിന് 6 മുഖങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 6 മുഖൻ, ഷൺമുഖൻ, അതായത് മൃഗഭഗവാനായി ജനിച്ചു. കാലക്രമേണ ഭഗവാൻ വളർന്നു. ധൈര്യത്തിലും ജ്ഞാനത്തിലും ദിവ്യ ശക്തിയിലും ഭഗവാൻ അനുഭവനായി. ദേവന്മാർ മൃഗഭഗവാനെ സമീപിച്ച് ലോകത്തെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഭഗവാൻ ആ ദിവ്യ ദൗത്യം ഏറ്റെടുത്തു. ഭഗവാൻ ദേവസേനയുടെ സേനാധിപതിയായി പ്രഖ്യാപിച്ചു. പാർവതി ദേവി മൃഗഭഗവാൻ ഒരു ദിവ്യ ആയുധം നൽകി, വേല്. ഈ വേൽ വെറും ആയുധമല്ല, ദിവ്യജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അജ്ഞാനത്തെയും ദുഷ്ടത്തെയും നശിപ്പിക്കുന്ന ആത്മശക്തിയാണത്. മൃഗഭഗവാൻ തൻ്റെ വാഹനമായ മയിലിൽ കയറി യുദ്ധത്തിനിറങ്ങി. താരകാസുരനുമായി ഭീകരമായ യുദ്ധം നടന്നു. ആകാശവും ഭൂമിയും നടക്കുന്നത്ര ശക്തമായ പോരാട്ടം. എന്നാൽ അവസാനം ഭഗവാന്റെ ദിവ്യശക്തിയും ജ്ഞാനവും വിജയിച്ചു. ഭഗവാൻ തൻ്റെ വേൽ താരകാസുരൻ്റെ നേരെ എറിഞ്ഞപ്പോൾ അസുരൻ്റെ അഹങ്കാരവും ദുഷ്ടതയും അവസാനിച്ചു. ലോകം വീണ്ടും സമാധാനത്തിലായി. ഈ ദിവ്യകഥയ്ക്ക് ആഴത്തിലുള്ള ആത്മീയാർത്ഥമുണ്ട്. താരകാസുരൻ മനുഷ്യൻ്റെ അഹങ്കാരത്തെയും അജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. വേൽ ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. മൃഗഭഗവാൻ മനുഷ്യൻ്റെ ഉള്ളിലെ ദിവ്യബോധത്തിൻ്റെ ഉണർവാണ്. ജ്ഞാനം ഉദിച്ചാൽ അജ്ഞാനം ഇല്ലാതാകുന്നത് പോലെ ആത്മീയബോധം ഉയർന്നാൽ മനുഷ്യജീവിതം പ്രകാശഭരിതമാകും. അതിനാലാണ് ഇന്നും കോടിക്കണക്കിന് ഭക്തർ മൃഗഭഗവാനെ ജ്ഞാനത്തിൻ്റെ ദൈവമായി ആരാധിക്കുന്നത്. ഭഗവാന്റെ ദിവ്യകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ സത്യം മാത്രമാണ്: മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം പുറത്തെ ലോകത്തെ ജയിക്കുന്നതല്ല, സ്വന്തം അജ്ഞാനത്തെയും അഹങ്കാരത്തെയും ജയിക്കുന്നതാണ്. അവിടെയാണ് മൃഗഭഗവാന്റെ ദിവ്യ സന്ദേശം തെളിഞ്ഞു നിൽക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പ്രകാശം ഉദിച്ചാൽ ജീവിതം ദിവ്യമായി മാറും. നന്ദി, നമസ്കാരം.